പക്ഷെ നമ്മ യാത്രയിലെ ആളാണ് വെച്ചിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വന്നോ ഇതാ കൊച്ച കല്യാണിക്കോട്ട്. ഹലോ നോട്ട് ഹലോ. ഇതാര് മേടിച്ചതാ? ഞങ്ങൾ പുതിയ ക്യാമറയുടെ ടെസ്റ്റിംഗിലാണ്. We bought a new Osmo Pocket 4 and we are in Bangalore with Fildamma enjoying എന്താണ് എൻജോയ് ദി ഷോപ്പിംഗ്. ഫിൽഡ് എന്തൊക്കെയോ കുറെ സാധനങ്ങൾ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ ഞങ്ങൾ ഇന്ന് അത് ഫുൾ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. എല്ലാം മേടിച്ചാൽ കേട്ടോ എനിക്ക്. അതെ മേടിച്ചത്. ചേട്ടൻ പൈസ കൊടുക്കും, ഞാൻ മേടിച്ചു കൊടുക്കും. നമ്മ യാത്രി വേണോ ഊബർ വേണോ എന്നുള്ള കൺഫ്യൂഷനിൽ ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് കൺഫ്യൂഷൻ അല്ല, 3 ആപ്പിലിട്ടുണ്ട്. ഊബറും ഉണ്ട്, നമ്മയാത്രയും ഉണ്ട്, റാപ്പിഡും ഉണ്ട്. ഒന്നും കണക്ട് ആവുന്നില്ല. പക്ഷെ ഞാനാണ് ഇപ്പൊ ചെയ്യണമെങ്കിൽ അതിപ്പോ തന്നെ കണക്ട് ആയേനെ. എനിക്ക് ഭയങ്കര ഐശ്വര്യ. ഇവിടെ ഒരു ചേട്ടനും അനിയത്തിയും വെറുതെ ഇരുന്ന് എന്തൊക്കെയോ തപ്പി എന്റെ സമയം കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഷോപ്പ് ചെയ്യണം. അയ്യോ ഇത് കണ്ടിട്ട് ആൾക്കാർ വിചാരിക്കും ഞാൻ ഭയങ്കര വിചാരിക്കാൻ അങ്ങനെയാണ്. ഞാനൊരു ഷോപ്പിംഗ് പ്രാന്തിയാണ് ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടം ഷോപ്പ് ചെയ്യാനായിട്ട്. പക്ഷെ എന്ന് കരുതി നമ്മുടെ അങ്ങനെ ഒത്തിരി പൈസ ഒന്നും ഇല്ല ഇങ്ങനെ കണ്ടമാനം വൈദ്യുതി ഷോപ്പ് ചെയ്യാൻ. പക്ഷെ ഇവിടെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലൊക്കെ വരുമ്പോൾ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് കുറേ നല്ല ഐറ്റംസ് കിട്ടും. ഇപ്പം ഈവൻ ചിക്കൻ കാരി കുർത്തിയൊക്കെ വരെ ഭയങ്കര വിലയുള്ളതൊക്കെ നമുക്ക് നല്ല ചെറിയ വിലക്ക് കിട്ടും. അതിന് മാച്ച് ചെയ്യണ ഓർണമെന്റ്സ്, എസ്പെഷ്യലി ഇപ്പം നമ്മൾ കഴിഞ്ഞ റീലിൽ കണ്ടായിരുന്നു കുറേ കടാസൊക്കെ നല്ല വിലക്കുറവില്. ഈ പെണ്ണുമ്പിള്ളിയാണ് നമുക്ക് അതൊക്കെ എടുത്ത് അയച്ചൊക്കെ തരുന്നത് കൃത്യമായിട്ട്. അപ്പൊ അതെ അതെ. ഒരു ഡ്രസ്സ് മേടിച്ചിട്ടുണ്ടെങ്കിൽ 1 വർഷം വരെ അത് ഉപയോഗിക്കുമെന്ന് അമ്മ ഒരു തവണ എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു കല്യാണത്തിന് മുമ്പ്. ഇപ്പൊ എന്റെ കൂടെ കൂടിയിട്ട് അവൾ ഒരു ഡ്രസ്സ് 1/2 ദിവസം എന്നുവെച്ചാൽ നമ്മള് ഒരു രസമാണല്ലോ ഇതൊക്കെ അല്ലേ. അപ്പം 1000 രൂപയ്ക്ക് നമ്മൾ 100 ഒരെണ്ണം മേടിക്കണേക്കാളും ഞങ്ങള് ബാംഗ്ലൂരൊക്കെ വരുമ്പോൾ നമുക്ക് 1000 രൂപയ്ക്ക് ഒരു 3 എണ്ണമെങ്കിലും ആ പൈസ മേടിക്കാൻ പറ്റും. അപ്പൊ എന്താ ഗുണം വെച്ചാൽ നമുക്കിങ്ങനെ മാറ്റി മാറ്റിയൊക്കെ ഇടാം, നല്ല ഫോട്ടോസ് ഒക്കെ എടുക്കാം, ചെലുത്താം. അതെ അതെ, നല്ല ഓർണമെന്റ്സ് ആക്സസറീസ് ഒക്കെ കിട്ടും. അഫോർഡബിൾ റേറ്റിന് കിട്ടും. പക്ഷെ ബാർഗെയിൻ ചെയ്യും, അതാണ് ഇമ്പോർട്ടന്റ്. ഭയങ്കര ബാർഗൈനിങ് ഇമ്പോർട്ടന്റ്. കന്നഡയിലൊക്കെ ഫീൽഡ് ബാർഗൈൻ ചെയ്യണം നമുക്ക് കാണാം. എനിക്ക് കന്നഡ കൊത്താൻ ശരിക്കും ഞാനൊരു കണ്ണുപൊട്ടിയാണ്. എനിക്ക് ഈ ഒരു കണ്ണിന് ഭയങ്കര കാഴ്ച കുറവാണ്. അതായത് 2.5 ഒക്കെ. അതായത് നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഈ കണ്ണ് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ബ്ലറാണ്. പക്ഷേ ഈ കണ്ണ് ഓക്കെ, അതിനൊരു കുഴപ്പമില്ല. പക്ഷെ എനിക്കാണെങ്കിൽ കന്നഡ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കാനും ഇഷ്ടമല്ല. വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ കന്നഡ വെക്കാൻ തീരെ താല്പര്യമില്ല. പക്ഷെ ഇപ്പൊ കുറച്ച് നാളായിട്ട് നമ്മളിങ്ങനെ കന്നഡ വെക്കാണ്ടിരിക്കുമ്പോഴേക്കും ഭയങ്കര ഏതൊരു നല്ല അടിപൊളി വണ്ടി വേണ്ട, നല്ല എക്സോസ്റ്റ് അടിച്ച സൗണ്ടൊക്കെ കേൾക്കുന്നു. മണികണ്ഠൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പറഞ്ഞേനെ ഇത് ആ വണ്ടിയാ അത് ഈ വണ്ടിയാന്നൊക്കെ പറഞ്ഞിട്ട്. അയ്യോ വണ്ടി വന്നു നമ്മുടെ. ഞാനിവിടെ ഇത് വെച്ചോണ്ടിരിക്കുന്നുണ്ട്. കുറെ ആൾക്കാർ എന്നെ കാണുമ്പോ കൈ ബുക്ക് നമ്മുടെ വീഡിയോ കണ്ടിട്ട്. അവസാനം ആര് ബുക്ക് ചെയ്ത വണ്ടിയാ വന്നേ? റാപ്പിഡോ. എനിക്കാകെ ഇവിടെ യൂബർ മാത്രമേ അറിയുള്ളൂ. ഇവളെ ഇവിടുത്തെ ആളായതുകൊണ്ട് ഇവർക്ക് എല്ലാം അറിയാം. നമ്മയാത്രയിൽ കണക്ട് ആയത് എനിക്ക് അറിയാൻ പാടില്ല. അങ്ങനെ നമ്മൾ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലെത്തി. ഇവിടെ ദേ കണ്ടോ, വരുമ്പോൾ നമ്മൾ ഓട്ടോയ്ക്ക് ഇവിടെ ഇറങ്ങുമ്പോൾ തന്നെ ഈ ഉള്ള സ്ഥലത്ത് കുറേ ഈ റെഡിമെയ്ഡ് ബ്ലൗസസ് വിൽക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ വാങ്ങിയായിരുന്നു 250 രൂപയ്ക്കുള്ളൂ. പക്ഷെ അത്യാവശ്യം നല്ല രസമുള്ളത് കിട്ടും. പക്ഷെ നമുക്ക് ബാന്ധനിയുടെ ഉണ്ടോ നോക്കാടി. ഇവിടെ ബാന്ധനിയുടെ ഉണ്ടോ നോക്കാം. ഉണ്ടോ കുറേ ഇങ്ങനെ കലങ്കാരിയുടെ ഒക്കെ. കലങ്കാരിയുടെ ഒത്തിരി ഉണ്ടല്ലേ. ഇത് കച്ചോ എന്താ പറയുന്നത്? കലങ്കാരി. അതെ അതെ ഞാൻ പറയാം. അതിനെന്തോ ഗുജറാത്തി എന്തോ ഒരു വർക്ക് അറിയില്ല അല്ലേ. ആ ഒരു ഷോപ്പില് ഈയിടെ ഭയങ്കര വൈറലായിരുന്നു കുറേ ഈ വളകള് വെറൈറ്റി കിട്ടുന്നുള്ളത്. നമ്മളൊന്ന് അവിടെ പോയി നോക്കാം.
മാലക്കൽ മാലയാണ്. ആ മാലയല്ലേ, വളയല്ലേ, സോറി മാറിപ്പോയി. ഇങ്ങനത്തെ ബാഗ്സ് ഒക്കെ ബാഗ് മേടിച്ചിട്ടുണ്ട്. ചേട്ടൻ പറയാണ് മലയാളികളുടെ കയ്യിൽ ഇഷ്ടംപോലെ പൈസ ഉണ്ടാവും, ചുമ്മാ ഇരിക്കുന്ന ഒരു മലയാളിയുടെ കയ്യിൽ വരെ 2 ലക്ഷം രൂപ ഉണ്ടാവുന്നതാണ് ചേട്ടൻ പറയുന്നത്. Every Malayali is rich, but not spending. Spend more, comes more. No. Everybody is spending. Malayali are saving too much. Oh my God. Too much saving in the world. Only 9 ഇന്നിപ്പോ സാറ്റർഡേയും കൂടി ആയതുകൊണ്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കച്ചവടക്കാർ ഒരുപാട് പേര് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആക്ച്വലി കുറെ നാളെ കമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ വന്നിട്ട് നമ്മൾ മിക്കവാറും പോകാറുണ്ടായിരുന്നത് ജയനഗർ അല്ലെങ്കിൽ ചിക്പേട്ട ആ ഭാഗത്തേക്കൊക്കെ ആയിരുന്നേ. ഇപ്പൊ നോക്കാം, സാരികൾ കിട്ടുന്ന കടയിലാണ് ഈ പെണ്ണെന്ന്. ഇതിനകത്ത് ഫുൾ ഇതാ കിത്തന പയ്യ 100. Excuse me. ഒന്നും എന്താ എവിടെയെന്നുള്ള ചിന്തയിൽ ഞങ്ങളിപ്പോ ഇങ്ങനെ നടക്കുന്നത്. അയ്യോ എന്റെ പൊന്നെ, എന്നാ വലുതാ നോക്കി. കണ്ണട എടുത്തു വെക്കാൻ പോവാ, കണ്ണ് പിടിക്കണില്ല, ഒന്നും കാണാൻ പറ്റണില്ല. ये वाला देखो, सिंपल है, पहन के देखो, अच्छा लगेगा आपके ऊपर। हाँ आप ट्राई करो, अच्छा है, देखो। कितना? ये 200 का है दीदी। ദേ ചിക്കൻ കറി കിടക്കണം, ചുമ്മാ കറി വെക്കാറ്. बड़ा बड़ा है। ഒരു നമ്മളെ പുറത്തുനിന്ന് കണ്ട സാധനങ്ങള് എത്നോയി ചിക്കൻ എന്ന് പറയുന്ന പേരിലുള്ളതൊന്നും അകത്തില്ല, വേറെ എന്തൊക്കെയോ ഉള്ളത്. അപ്പൊ നോക്കിയോ? ബാന്തിനി. हाँ बांधनी, या बांधनी कॉटन. ये कॉटन इधर है देखिए. Yes. ഇതൊരു സെറ്റാ. 250. വേണ്ട पूरा बड़ा है. इससे भाग लगा था. पूरा कला नहीं आता. बड़ा ही कला है. ऊपर है ना वो दूसरा. हाँ? के ऊपर है ना वो दूसरा. ओ दूसरा. इसको रखो, इस साइड में रखो. हाँ? व्हाइट कलर. ब्लैक है. हाँ ब्लैक बेटा, ब्लैक मेरे पास बहुत है. ना 10, 22 जितना ना पता था. ब्लू कलर नहीं ब्लू. हाँ ब्लैक. ಆಚೆ ಕೇಳಿದ್ರೆ ಅವ್ರ ಸಿಸ್ಟರ್ ಒಳಗಡೆ ಬಂದ್ರೆ 25 ಹೇಳ್ತೀನಿ. ನೆಕ್ಸ್ಟ್ ನಾನು ಒಂದ್ಸಲ ವ್ಯಾಪಾರ ನೋಡಲ್ಲ ಸರ್, ನೆಕ್ಸ್ಟ್ ಬರ್ಬೇಕು ಅಗೇನ್ ಟು ಅಗೇನ್. ಸರಿ 15 ಕೊಡಿ, ನೀವು ಮಾತಾಡ್ತೀವಿ, ಒಳ್ಳೆ ಮಾತಾಡ್ತೀವಿ. കന്നഡയിൽ ഇവിടെ ഇരുന്ന് ബാർഗെയിനിങ് ആണ്. കന്നഡ ബാർഗെയിനിങ് കണ്ടിട്ടുണ്ടോ? അതെ ഇതാണത്. 1450 ಓಕೆ. ಇನ್ನು 100 rupees ಕಮ್ಮಿ ನಿಮಗೆ. 1400 ನಿಮ್ಗೆ ಲಾಸ್ ಏನ್ ಬರೋದಿಲ್ಲ. ಲಾಸ್ ಯಾರ ಕೊಡ್ತಾರೆ ಸರ್, ಲಾಭ ಕಮ್ಮಿ. ಓಕೆ ನೋ ಪ್ರಾಬ್ಲಮ್, ಐ ವಿಲ್ ಟೇಕ್ ನೆಕ್ಸ್ಟ್ ಟೈಮ್. ಓಕೆ ಐ ಆಮ್ ಎ ಮಲಯಾಳಿ ಯೂಟ್ಯೂಬರ್. So many people will I come. know madam, for that I will give my card also. Shop. Okay, show me. You are from Kerala, ma? Kerala. You are staying here only. हाँ, my sister stays here. You are working here.
Where, ma? ഫ്രീലാൻസ് അയ്യോ ആ ഇത് കാണിച്ചേ वो टेलर डालता पापा കൊള്ളാം ഇത് നല്ല രസമുണ്ട് अभी ले ले जाओ देने की जरूरत नहीं नो डाल പശ്മീന नहीं डालते आज देखिए टेलर ഇത് നല്ല കളറാല്ലേ ഇതും കാശ്മീരിയാണ് ഇത് മൾചന്തേരിയാ തുണി Design. All newer one, ma. ഇത് വേറെ കളർ എടുക്കാനാ The two colors you will get. Madam, green mustard. ഓക്കെ Green you want? ഗ്രീൻ ഉണ്ട്. Mustard. ഗ്രീൻ ഉണ്ട് നമുക്ക് ആ ഉണ്ട് ഉണ്ട് മസ്റ്റാർഡ് ഉണ്ട് കേട്ടോ വേണ്ട Take that color. Newer one. It's all latest color. പക്ഷെ ഇത് കൊള്ളാല്ലേ അമ്മമാർക്ക് കുറച്ചുകൂടി മമ്മിക്ക് നല്ലതായിരിക്കും ഇത് ഒരു പാവൻ ചേട്ടനാട്ടോ അത്യാവശ്യം നമുക്ക് നല്ല ഡിസ്കൗണ്ട് നല്ല കളക്ഷൻ ഉണ്ട് പുള്ളിയുടെ കടയിൽ നല്ല കളക്ഷൻ ഉണ്ട് അപ്പൊ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതെ ഇതാണ് ഷോപ്പ് ഹായ് പറ എല്ലാവർക്കും ഹായ് Hi, man. തുണി മേടിക്കാൻ നല്ലത് ആക്ച്വലി കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിനേക്കാളും ചിപ്പേട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ഈ മെറ്റീരിയൽ റണ്ണിങ് മെറ്റീരിയൽ മേടിക്കാനായിട്ട് പ്ലാൻ ഉണ്ടെങ്കിൽ കാരണം നമ്മൾ അവിടെ 600 മീറ്ററിന് മേടിക്കുന്ന സാധനങ്ങൾക്ക് ഇവിടെ 900 ആ റേഞ്ച് വരുന്നുണ്ട് ആ വെരി നൈസ് ആ Okay. Here you also come again. ആ ഇത് അടിപൊളിയല്ലേ ഓണത്തിന്റെ സമയത്ത് നമുക്ക് സെറ്റിന്റെ കൂടെയൊക്കെ സ്റ്റൈൽ ചെയ്യാം അല്ലേ നൈസ് മൊഡാലിന്റെ ആ കൊള്ളാല്ലേ എനിക്കിഷ്ടം ഇത് നമ്മുടെ 3400 വെണ്ടങ്ങൾ ആ ഏതാ വെണ്ടങ്ങൾ ആ ഏതോനോ കളർ ഏതാ വെണ്ടങ്ങൾ അതും ഇതും കൊള്ളാല്ലേ സെയിം കളറായോ അച്ഛേ അല്ല ബ്ലാക്ക് അതെ ആ ഫാബ്രിക് രണ്ട് കാണുമ്പോ ഇപ്പൊ നമ്മൾ വീഡിയോ നോക്കുമ്പോ ഏകദേശം ഒരുപോലെ ഇരിക്കുവോ ഇല്ലേ ഇനി ഇവിടെ ഉണ്ടായിരുന്നു പാന്തനിയുടെ റണ്ണിങ് മെറ്റീരിയൽ ഷോളില്ലേ ആ സ്കേർട്ട് അടിപൊളിയായിരുന്നു കേട്ടോ മൊഡാലിന്റെ 2000. ഓക്കെ അതാ ഇതാ കൊച്ച കല്യാണി കോട്ടൺ എന്ന് പറഞ്ഞ തുണി ഇത് ചേച്ചിക്ക് എന്തേനാ? അല്ല എനിക്ക് വേണ്ട ചുമ്മാ പക്ഷെ ഇത് സാരിക്ക് ഭയങ്കര നല്ലതാ സാരി ഞാൻ പറഞ്ഞ- സാരി ആ ബ്ലാക്ക് ഒക്കെ കണ്ടോ സാരി ഉടുത്താ നല്ല നമ്മൾ ഈ ക്യാമറ പഠിച്ചു വരുന്നതേ ഉള്ളൂ ഇതിനകത്ത് ഇത് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളത് നമ്മുടെ ഓട്ടോ ചേട്ടൻ നമ്മള് പകുതിക്ക് വെച്ച് ഇറക്കി വിടും ഒരു ഇടവഴി കയറിയിട്ട് അവിടെ ആകെ ബ്ലോക്കായി അങ്ങനെ നമ്മളവിടെ ഇറങ്ങി നമ്മളിനിയിപ്പോ ഞങ്ങളിപ്പോ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ പോയിട്ട് കുറെ സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മളിനി മത്തിക്കര എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി എനിക്കിവിടെ ഒരു ഷൂട്ടുണ്ട് സൈൻ ലബാൻഡ് അപ്പൊ ആ ഷൂട്ടിന് പോകാനായിട്ട് നമ്മളൊരു ഓട്ടോയും വിളിച്ച് ഇവിടെ വന്നായിരുന്നു 1/2 മണിക്കൂറുണ്ട് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ നിന്ന് പക്ഷെ ഇവിടെ വന്നപ്പോ ഫുൾ ബ്ലോക്ക് അപ്പൊ നമ്മൾ കുറച്ച് ഇറങ്ങിയിട്ട് ഇനി നടന്നാൽ മതി നമുക്കൊരു 5 മിനിറ്റ് അങ്ങോട്ട് നടക്കാന്ന് വെച്ചു ഇന്നലെ എന്തോ മഴ പെയ്തു തോന്നുന്നു നല്ല വെള്ളം ഈ റോട്ടിക്കിടെയൊക്കെ ചെളി പിടിച്ചു കിടക്കും ഒന്നും കഴിച്ചിട്ടില്ല അതുകൊണ്ട് നേരെ പോയി നമ്മൾ മധുരം കഴിച്ച എന്താവും അവസ്ഥ എന്ന് ഓർത്ത് എന്തെങ്കിലും ചെറുതായിട്ട് കഴിക്കാനായിട്ടോട് പറഞ്ഞിട്ടുണ്ട് ചേട്ടൻ ഒന്ന് മൈൻഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും ഫ്രണ്ട്സ് ഒരു ലോഡ് സാധനങ്ങളും ഒരു ലോഡൊന്നും ഒത്തിരി ഒന്നും ഇല്ല നമ്മള് അതെ 3 കവർ കുറച്ച് കവർ ഫിൽഡുവിന്റെ ബാഗിൽ നമ്മള് കുത്തി കയറ്റിയിട്ടുണ്ട്
സൈൻ ലബാൻ. ഇവിടെ നിന്ന് നമ്മൾ എന്തെങ്കിലും ചെറിയ ബിരിയാണിയോ വല്ലതും കഴിച്ചിട്ട് അങ്ങോട്ട് വന്നു. എന്നാ കഴിയുന്നത് കരടി കഴിഞ്ഞ എല്ലാം പാക്ക് ചെയ്തു. ഇന്നത്തെ വീഡിയോഗ്രാഫർ പണി തരാം. പുതിയൊക്കെ അതിന് നേരം വാതിലോർക്കണ്ടായിരുന്നു. ഒറ്റ കൈ കൊണ്ട് വാതിലോർക്കാൻ പറ്റും. ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ കണ്ണിക്കണ്ട ഐഡിയ, പക്ഷെ ഞങ്ങൾ ഭയങ്കര സ്നേഹം. ഒരു മന്നി കണ്ടോ, ഭയങ്കര സ്നേഹം. ബിൽഡു പാടി ഒരു മന്നി.